പരിശുദ്ധാത്മാവിനെ അറിയാവോ? അറിയാവോ? ഒന്ന് പറയാവോ? ആരെങ്കിലും അറിയാവോ? ആരാണ് ഈ പരിശുദ്ധാത്മാവെന്നൊന്ന് പറയാവോ? മക്കള് തലേ ചാറ്റ് ബോക്സിൽ ഇട്ടാ മതിയേ, മൈക്ക് ഓൺ ആക്കണ്ട, ചാറ്റ് ബോക്സിൽ ഇട്ടാ മതി. ഓക്കെ. ആരെങ്കിലും ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടാവോ? ആരാണ് ഈ പരിശുദ്ധാത്മാവ്? അതായത് ആരാണ് ഈ പരിശുദ്ധാത്മാവ്? ആർക്കും അറിയത്തില്ലേ? അന്ന് ഈശോയുടെ ശോഭിച്ചേച്ചി തന്നെ പറഞ്ഞു തരാമേ. തൃത്വൈക ദൈവത്തിൽ ഒരാളാണ് നമ്മുടെ ഈ നോക്കിക്കേ, സ്ക്രീൻ ഷെയർ നോക്കിക്കേ. തൃത്വൈക ദൈവത്തില് ഒരാളാണ് ഈ പരിശുദ്ധാത്മാവ്. ആരൊക്കെയാണ് ഈ തൃത്വൈക ദൈവം? കണ്ടോ, നല്ല കിരീടമൊക്കെ വെച്ചിരിക്കുന്ന പിതാവായ ദൈവം. പിന്നെ ആരാണ്? ഇച്ചിരി കൂടെ പ്രായമൊക്കെ കുറഞ്ഞ അടുത്ത കിരീടമൊക്കെ വെച്ചിരിക്കുന്ന പുത്രനായ ഈശോ. നോക്കിക്കേ, മൂന്നാമത് ആരാണ് നിൽക്കുന്നത്? അവരുടെ നടുവില് പ്രാവിന്റെ രൂപത്തില് നിൽക്കുന്ന പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. മനസ്സിലായോ? അപ്പൊ ആരാണ് പരിശുദ്ധാത്മാവെന്ന് മനസ്സിലായോ? പിതാവായ ദൈവവും പുത്രനായ ഈശോയും പരിശുദ്ധാത്മാവും കൂടി ചേർന്ന തൃത്വൈക ദൈവത്തിൽ ഒരാളായ പരിശുദ്ധാത്മാവിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? ഈ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് നമ്മുടെ ഭൂമിയിലേക്ക് വന്നതെന്നാണ് നമ്മളിപ്പം മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മുടെ ഈശോപ്പ പരിശുദ്ധ അമ്മയുടെ വയറ്റില് പരിശുദ്ധാത്മാവുമായി ജനിച്ചു, അല്ലേ? ആണോ? പിന്നെയോ ഈശോ കുരിശില് നമുക്ക് വേണ്ടി മരിച്ചു. പിന്നെയോ മൂന്നാം ദിവസം ഈശോപ്പ ഉയർത്തെഴുന്നേറ്റു. മനസ്സിലായോ? അത് കഴിഞ്ഞ് 40ാമത്തെ ദിവസം ഈശോ എവിടേക്ക് പോയി? സ്വർഗത്തിലേക്ക് ഇങ്ങനെ പോയപ്പം ശിഷ്യന്മാരെല്ലാം പതുങ്ങി നിന്നുകൊണ്ട് പറഞ്ഞു. എന്നാ പറഞ്ഞു? അയ്യോ, ഈശോപ്പ പോയി. ഇത്രയും നാളെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഈശോപ്പ പോയി. ഞങ്ങൾ ഇനി എന്നാ ചെയ്യും? ഇങ്ങനെ പേടിച്ച് വിറച്ച് കരഞ്ഞുകൊണ്ടിരുന്നപ്പം ഈശോപ്പ പറഞ്ഞു. എന്നാ പറഞ്ഞു? ഞാൻ പോയാലും നിങ്ങൾക്കൊരു സഹായകനെ ഞാൻ അയക്കുക. അതാണ് എന്ത് പരിശുദ്ധാത്മാവ്. അതായത് ഞാൻ എന്റെ ബോഡി മാത്രമേ പോകുന്നുള്ളൂ. എന്റെ ആത്മാവായ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ഞാൻ തരുവാ. നിങ്ങൾ ഇനിയും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പേടിക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ ഇനിയും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഞാനൊരു ഗിഫ്റ്റ് തരുവാ. കണ്ടോ? ഗിഫ്റ്റിനെ കണ്ടോ നിങ്ങള്? ഈശോപ്പ ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോയി കഴിഞ്ഞപ്പം ഒരു ഗിഫ്റ്റ് തന്നു. ഗിഫ്റ്റ് കണ്ടോ? അത് എന്താന്ന് കണ്ടോ? നോക്കിക്കേ ഈശോപ്പയുടെ കയ്യിലിരിക്കുന്ന ഗിഫ്റ്റ് നോക്കിക്കേ മക്കളെ. എത്ര മനോഹരമായ ഗിഫ്റ്റ് ആണ് നോക്കിക്കേ, അല്ലേ? നമ്മളെല്ലാരും ഇങ്ങനെയല്ലേ? പപ്പായും മമ്മിയും വീട്ടിൽ നിന്ന് വെളിയിൽ പോകുമ്പോ ഒരു ചെറിയ പ്രാണി വരുമ്പം ഇങ്ങനെ നമ്മൾ പേടിക്കും. ശരിയല്ലേ മക്കളെ? പപ്പായും മമ്മിയും വീട്ടിൽ നിന്ന് പോകുമ്പോ സ്കൂളിൽ ചെന്ന് നമ്മളൊന്ന് വീഴുവാണെങ്കിൽ നമ്മുടെ കൂട്ടുകാർ നമ്മളെ ഒന്ന് തോണ്ടി കഴിയുമ്പോൾ അല്ലേ, അയ്യോ നമ്മൾ പേടിക്കും. ശരിയല്ലേ? നോക്കിക്കേ, ശിശുമാരൊക്കെ എത്ര പ്രായമുള്ളവരല്ലേ? എന്നിട്ട് നോക്കിക്കേ, അവരാണെങ്കിൽ പോലും ഈശോപ്പ പോയപ്പം പേടിച്ചു പോയി, അല്ലേ? അപ്പൊ ഈശോപ്പ പറഞ്ഞു, മോളെ നീ എന്തിനാ പേടിക്കുന്നേ? എന്റെ ആത്മാവിനെ ഞാൻ നിനക്ക് തന്നു. ശരിയല്ലേ? ഇനി നമ്മളൊരു വീഡിയോ കാണാൻ പോവാണേ. നമ്മളൊരു വീഡിയോ എല്ലാരും ശ്രദ്ധിച്ച് കണ്ടിട്ട് ശോഭ ചേച്ചിയോട് പറയണേ ഇത് എന്നാന്ന്, കേട്ടോ? Wake up, all of you. Wake. Come. What are we doing? We're praying.
Now we can leave this place. Now spread his word. ഇതെന്താ നമ്മൾ കണ്ടതെന്നൊന്ന് പറയാവോ മക്കളെ? ഷേയുടെ കുഞ്ഞുമക്കളെ? ജോവാക്കിം ചേച്ചി, ജോവാക്കിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞു പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞു. ഓ, പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അത് എവിടെയാ? ഇത് എവിടെയാ സംഭവിച്ചേ? നോക്കിക്കേ, പരിശുദ്ധ അമ്മയും കണ്ടോ? ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നല്ല 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 സൂപ്പർ കുഞ്ഞുങ്ങളാ നമ്മുടെ കുഞ്ഞുങ്ങള് കേട്ടോ. പരിശുദ്ധാത്മാവ് ശാലയിൽ ധ്യാനിച്ചിരുന്ന പരിശുദ്ധ അമ്മയുടെ മേലും സ്ത്രീകന്മാരുടെ മേലും ഇങ്ങനെ ഇവര് പേടിച്ച് വിറച്ച് അവർ ഫാദർ ഹു ആർട്ട് ഇൻ ഹെവൻ അല്ലേ, സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം പരിശുദ്ധാത്മാവ് വന്നിട്ട് അവരെന്നാ ചെയ്തു നോക്കിക്കേ, അവര് പല ഭാഷയൊക്കെ പറയാൻ തുടങ്ങി. ഓക്കെ, ഇവിടെ നമ്മൾ നിർത്തി. പരിശുദ്ധാത്മാവ് സ്ത്രീഹന്മാർക്ക് ഈശോ കൊടുത്തു. ഇനി കുഞ്ഞു കുഞ്ഞുങ്ങളായ നമ്മുടെ മേല് എങ്ങനെയാ പരിശുദ്ധാത്മാവ് വന്നതെന്നാണ് നമ്മൾ ഇനിയും കാണാൻ പോകുന്നത്. നോക്കിക്കേ, നമ്മളെല്ലാരും എവിടുന്നാ വന്നേ? സ്വർഗത്തിൽ നിന്നാ വന്നേ അല്ലേ? നമ്മയുടെ അമ്മ വഴി ഭൂമിയിലേക്ക് വന്നത് സ്വർഗത്തിൽ നിന്നാ വന്നേ. നോക്കിക്കേ, ഈ കുഞ്ഞു ബേബിയെ നോക്കിക്കേ, ഈ കുഞ്ഞു ബേബിയെ പോലെ നമ്മളെല്ലാവരും സ്വർഗത്തിൽ നിന്ന് ഇങ്ങനെ വന്നപ്പം ഈശോപ്പ നമ്മുടെ കൂടെ ഒരു കാവൽ മാലാഖയും കൂടെ അയച്ചു. ഓക്കെ, അയച്ചു കഴിഞ്ഞിട്ടോ നമ്മൾ എപ്പോഴാ ഈ മാമോദീസ, എപ്പോഴാ ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചത്? എപ്പോഴാ നോക്കിക്കേ, നമ്മളെ പപ്പയും മമ്മിയും ഇങ്ങനെ ബേബിയായിട്ട് പള്ളിയിലോട്ട് എടുത്തോണ്ട് ചെന്ന് നമ്മുടെ അച്ഛൻ വൈദികൻ, നമ്മുടെ അച്ഛൻ നമ്മളെ മാമോദീസ മുക്കിയപ്പം നോക്കിക്കേ, ഇങ്ങനെ മാമോദീസയിലെ വെള്ളം ഇങ്ങനെ തലയിലേക്ക് ഒഴിച്ചപ്പം പരിശുദ്ധാത്മാവ് വന്നു. ഇപ്പത്തെ മൂന്നാമത്തെ പിക്ചർ കണ്ടോ? ഈശോയെ യോഹന്നാൻ സ്നാപകൻ സ്നാനപ്പെടുത്തിയപ്പോ, അതായത് മാമോദീസ കൊടുത്തപ്പോൾ പരിശുദ്ധാത്മാവ് ഇങ്ങനെ സ്വർഗത്തിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചു. ഇതുപോലെ നമ്മുടെ തലയിൽ മാമോദീസ വെള്ളം ഒഴിച്ചപ്പോ പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവളെന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു സ്വരം ആര് കേട്ടു? കുഞ്ഞു ബേബികളായ നിങ്ങളെല്ലാരും കേട്ടു. പക്ഷേ ഉണ്ടല്ലോ, നിങ്ങൾക്കൊന്നും ഓർമ്മയില്ല. കാരണം എന്താ, നിങ്ങൾ കുഞ്ഞു ബേബീസ് അല്ലേ? അപ്പൊ നിങ്ങളുടെ പേരൻസ് കേട്ടു ഇങ്ങനെ പറയുന്നത്, സ്വർഗത്തിൽ നിന്ന് യു കാതറിൻ ജിയോയി, ഇവളെന്റെ പ്രിയപുത്രിയാണ്, ഇവളെന്റെ പ്രിയപുത്രിയാണ് എന്നുള്ള സ്വരം കാതറിന്റെ പപ്പായും മമ്മി, അലോണയുടെ പപ്പായും മമ്മിയും, ക്രിസ്റ്റോഫറിന്റെ പപ്പായും മമ്മി ഇവരെല്ലാരും കേട്ടു. നോക്കിക്കേ, അപ്പം നമ്മള് കുഞ്ഞു ബേബി ആയിരുന്നപ്പം മാമോദീസയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വന്നു. പക്ഷേ അപ്പൊ ഉണ്ടല്ലോ, പരിശുദ്ധാത്മാവ് മാത്രമല്ല, നമ്മൾ ഈ ലോകത്തിലല്ലേ ജീവിക്കുന്നത്. അപ്പം നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോഴ് ഈശോയുടെ ആത്മാവായ പരിശുദ്ധാത്മാവ് മാത്രമല്ല ഉള്ളത്, പിന്നെയോ ഈ ലോകത്തിന്റെ അരൂപിയും ഈ നമ്മളിലുണ്ട്. അതായത് നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിലുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? നോക്കിക്കേ മക്കളെ, നോക്കിക്കേ, എത്ര ഫ്രൂട്ട്സാ നമ്മൾ കാണുന്നേ. നോക്കിക്കേ, എത്ര ഫ്രൂട്ട്സാ നമ്മൾ കാണുന്നത്. ഇതെല്ലാം പരിശുദ്ധാത്മാവിന്റെ ബലങ്ങളാണേ. ഇതെല്ലാം പരിശുദ്ധാത്മാവിന്റെ ബലങ്ങളാ. എന്തൊക്കെയാണ് പരിശുദ്ധാത്മാവിന്റെ ബലങ്ങള്? പരിശുദ്ധാത്മാവിന് 12 ബലങ്ങളുണ്ട്. നോക്കിക്കേ, സ്ട്രോബെറി, ആപ്പിള്, പിന്നെ ബനാന ഇല്ലേ? ഇതെല്ലാം എന്നാന്നറിയാവോ? ഉപമി, സ്നേഹം, അതായത് ഉപമി എന്ന് പറഞ്ഞാൽ സ്നേഹം, ക്ഷമ, കനിവ്, അടക്കം, ആനന്ദം, സഹനശക്തി, സൗമ്യത, ആത്മസംയമനം, സമാധാനം, നന്മ, വിശ്വാസം, കന്യാവ്രതം. ഇങ്ങനെ 12 ഫ്രൂട്ട്സ്. ഈ ഫ്രൂട്ട്സ് ആണ് പരിശുദ്ധാത്മാവിന്റെ ബലങ്ങൾ. അപ്പൊ നോക്കിക്കേ, നമ്മൾ കൂട്ടുകാർ തമ്മി സ്കൂളിൽ വഴക്കുണ്ടാകുമ്പോ നമ്മള് വഴക്കുണ്ടാക്കുവാണെങ്കിൽ അത് പരിശുദ്ധാത്മാവിന്റെ ബലമാണോ ഒന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമുക്ക് ദേഷ്യം വരുവോ? ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് എന്തിന്റെ അരൂപിയാണ്? ലോകത്തിന്റെ അരൂപിയാണ്. അപ്പൊ നോക്കിക്കേ, ഇനിയും നമ്മള് ഈ പരിശുദ്ധാത്മാവിന്റെ ബലങ്ങള്, ദാനങ്ങൾ 7 എണ്ണം. ഓക്കെ,
ഇത് നമ്മുടെ ഉള്ളിലേക്ക് വരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇതാണ് നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത്. എന്നാ ചെയ്യണം നമ്മൾ എന്നാ ചെയ്യണമെന്ന് അറിയാവോ? ഈ കൊച്ചു കുട്ടിയെ നോക്കിക്കേ, അവൻ ഇങ്ങനെ രാവിലെ എഴുന്നേക്ക് പോണ്ടല്ലോ, ഇങ്ങനെ പ്രാർത്ഥിക്കും, ഹോളി സ്പിരിറ്റ്, ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ്, ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ്. അവനുണ്ടല്ലോ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് ഇങ്ങനെ പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവേ എനിക്ക് ജ്ഞാനം തരണമേ. പിന്നെ അതുപോലെ അവൻ കിടക്കാൻ പോകുമ്പോൾ പറയും, പരിശുദ്ധാത്മാവേ ഞാൻ കിടക്കാൻ പോവാ, ഈശോയുടെ ആത്മാവല്ലേ പരിശുദ്ധാത്മാവ്, എന്നെ കിടന്നുറങ്ങാന് എനിക്ക് പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കണം, എന്നെ പഠിക്കാൻ സഹായിക്കണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പരിശുദ്ധാത്മാവേ ഗുഡ് മോർണിംഗ്, ഞാൻ സ്കൂളിൽ പോവാ. ഇങ്ങനെ ഈശോയുടെ ആത്മാവായ ഈ പരിശുദ്ധാത്മാവിനെ കൂടെ വിളിച്ചിരുത്തും. അപ്പൊ ഉണ്ടല്ലോ ഇങ്ങനെ നമ്മൾ കൂടെ വിളിച്ചിരുത്തി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് കാണാം. നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് കാണാം. നോക്കിക്കേ, ഇനി അടുത്തത്, ഇങ്ങനെ കൂടെ നമ്മൾ വിളിച്ചിരുത്തുമ്പം നമ്മുടെ റോൾ മോഡൽ ആരാ? ഈശോപ്പായാ നമ്മുടെ റോൾ മോഡല്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഈശോപ്പ ഈ സ്വർഗത്തിലേക്ക് മനുഷ്യനായ ദൈവമായ മനുഷ്യനായിട്ടാ സ്വർഗത്തിലേക്ക് വന്നത്. പക്ഷെ നമുക്കൊരിക്കലും ഭൂമിയിലേക്ക് വന്നത് സ്വർഗത്തിൽ നിന്ന്. അപ്പൊ നമുക്കൊരിക്കലും ഈശോയെ പോലെ ആകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ആകാം. പക്ഷെ നമുക്കൊരു സംശയമുണ്ട്. പക്ഷെ നമുക്ക് കുറെ നല്ല വിശുദ്ധരെ തന്നിട്ടുണ്ട് നമുക്ക്. നോക്കിക്കേ, ഈ വിശുദ്ധരൊക്കെ എങ്ങനെയാണ് ഈ വിശുദ്ധരായത്? നമുക്കും ഇവരെ പോലെ വിശുദ്ധരാകാം. മനസ്സിലായോ? ഇനി അടുത്തൊരു ഇത് കാണിച്ചു തരുവാണേ ശോഭ ചേച്ചി. അടുത്തൊരു ഇത് കാണിച്ചു നോക്കിക്കേ. ഇത് നിങ്ങൾക്ക് അറിയത്തില്ലേ? ഇവരെയൊക്കെ നിങ്ങൾക്ക് അറിയത്തില്ലേ? ഈ സ്പൈഡർമാനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഈ സ്പൈഡർമാൻ എങ്ങനെയാ സ്പൈഡർമാൻ ആയതെന്ന് നിങ്ങൾക്ക് അറിയാവോ? നെക്സ്റ്റ് സ്പൈഡർമാൻ നോക്കിക്കേ. ഈ സ്പൈഡർ കടിക്കുന്നതിന് മുമ്പ് ഒരു സാധാരണ വ്യക്തിയായിരുന്നു. നോക്കിക്കേ, ഒരു സാധാരണ വ്യക്തിയായിരുന്നു. സ്പൈഡർ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവൻ ശരിക്കും ഒരു വല്ലാത്തൊരു പവർ അവന് കിട്ടി. ഒരു വല്ലാത്തൊരു പവർ കിട്ടി. നോക്കിക്കേ, ഇവരെല്ലാം നിങ്ങൾക്ക് അറിയാം അല്ലേ? ഇവർക്ക് സാധാരണ വ്യക്തിയായി ജനിച്ച ഇവരെ സ്പൈഡർ കടിച്ചു കഴിഞ്ഞപ്പം നോക്കിക്കേ, ഇവര് സ്പൈഡർമാനായി മാറി. അതുപോലെ ഈശോപ്പ സൃഷ്ടിച്ച കൊച്ചു കുഞ്ഞുങ്ങളാകുന്ന നമ്മൾ ഓരോരുത്തരും മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴേ നോക്കിക്കേ നമ്മുടെ കേരളത്തിലെ നമ്മുടെ സാധാരണ നമ്മളെ പോലെ ജനിച്ച വിശുദ്ധ അൽഫോൻസാമ്മ, വിശുദ്ധ ഏവുപ്രേസ്യാമ്മ, വിശുദ്ധ ബ്ലെസ്ഡ് ചാവറ കുര്യാക്കോസച്ചൻ, നോക്കിക്കേ ഇവരൊക്കെ ഇവര് നമ്മുടെ കൂട്ട് ഈ ഭൂമിയിൽ, അതായത് നമ്മുടെ കേരളത്തില് ഭരണങ്ങാനത്ത് നമ്മുടെ കൂട്ട് ജനിച്ച് നമ്മുടെ കൂട്ട് സ്കൂളിൽ പോയി വളർന്ന ഇവര് പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടുകൂടി ഇവരൊക്കെ ആരായി മാറി? നോക്കിക്കേ, സ്വർഗത്തില് ഈശോയോടൊപ്പം വിശുദ്ധരായിട്ട് മാറി. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യം ഇതാണ്. നമ്മൾ ഈ പരിശുദ്ധാത്മാവായ ഈ സഹായനെ നമ്മളെ കൂടെ വിളിച്ചിരുത്തണം. രാവിലെ എഴുന്നേൽക്കുമ്പോള്, കുളിക്കാൻ പോകുമ്പോള്, കളിക്കാൻ പോകുമ്പോഴ്, പഠിക്കാൻ പോകുമ്പോഴ്, എന്നാ ചെയ്യുമ്പോഴാണെങ്കിലും ഈ സഹായകനെ വിളിച്ചിരുത്തിയിട്ട് ഈ സഹായകന്റെ സഹായത്തോടുകൂടി നമുക്കും ആരാവണം? ഈ അൽഫോൻസാമയെ പോലെ, ഈ ഏവുപ്രേസ്യാമയെ പോലെ, ചാവറിയ കുര്യാക്കോസച്ചനെ പോലെ, അതിലുപരി നമ്മുടെ റോൾ മോഡൽ ആരാണ്? നമ്മുടെ ഈശോപ്പ ആകാൻ വേണ്ടി നമുക്ക് പരിശുദ്ധാത്മാവിനെ കൂട്ടുകാരനായിട്ട് ക്ഷണിക്കാം, നമ്മുടെ ജീവിതത്തില് അപ്പനായിട്ട് ക്ഷണിക്കാം. നോക്കിക്കേ, അപ്പൊ നമ്മൾ എന്നാ ചെയ്യണമെന്ന് അറിയാമോ? എല്ലാ കാര്യം ചെയ്യുമ്പോഴും ഈ വചനം നമ്മൾ പറയണം. എന്താണ് പറയേണ്ട വചനം? ലൂക്ക 1:35. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അതിന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. The Holy Spirit will come upon you and the power of the Most High will overshadow you. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇന്ന് തൊട്ട് എല്ലാ കാര്യം ചെയ്യുന്നതിന് മുമ്പും രാവിലെ എഴുന്നേറ്റ ഉടനെ ഈ വചനം പറയുന്നു: പരിശുദ്ധാത്മാവേ എന്നെ നയിക്കണമേ. ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ ഞാൻ പഠിക്കാൻ പോവുകയാ, എന്നെ പഠിപ്പിക്കണേ. പരിശുദ്ധാത്മാവേ ഞാൻ കളിക്കാൻ പോവുകയാ, എനിക്ക് കളിക്കാനുള്ള സഹായം തരണമേ. ഇങ്ങനെ എപ്പോഴും പരിശുദ്ധാത്മാവിനെ നമ്മുടെ കൂടെ വിളിച്ചിരുത്തി ആരാകും നമ്മള്? സെന്റ് ക്രിസ്റ്റോഫർ ആവും, പിന്നെയോ സെന്റ് ഹെലൻ ആവും, സെന്റ് സോണിയ ആവും, സെന്റ് ജെയിംസി ആവും, സെന്റ് കാതറിൻ ആവും. ഇങ്ങനെ
സ്വർഗം മുഴുവൻ നോക്കിക്കേ, ഇന്ന് എത്ര കുഞ്ഞുങ്ങളാ വന്നേക്കുന്നേ? 206 പേരാ വന്നേക്കുന്നേ. 206 പേര് കുഞ്ഞുങ്ങളും നമ്മുടെ കൊച്ചു കൂട്ടുകാരും എല്ലാരും കൂടെ ചേർന്ന് 206 വിശുദ്ധര് സ്വർഗത്തില്. അയ്യോ, ശോഭ ചേച്ചിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ലേ? സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നോക്കിക്കേ, നമ്മുടെ ഇന്നത്തെ ക്ലാസ് ആരാണ്? പരിശുദ്ധാത്മാവ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ, നമ്മൾ കണ്ടില്ലേ ആ കൊച്ചുകുട്ടിയെ പോലെ എപ്പോഴും പരിശുദ്ധാത്മാവിനെ കൂടെ വിളിച്ചിരുത്തി ഈ വചനം പഠിച്ചിട്ടാ നിങ്ങൾ വന്നേക്കുന്നത്. ഈ വചനം പറഞ്ഞു പപ്പയുടെ ചെവിയിലും മമ്മിയുടെ ചെവിയിലും ബ്രദറിന്റെ ചെവിയിലും ടീച്ചറിന്റെ ചെവിയിലും എല്ലാവരുടെയും ചെവിച്ച് നീ വചനം പറയണം. ഇവിടെ നമ്മുടെ പേര് വെക്കണം. പരിശുദ്ധാത്മാവ് എന്റെ മേൽ വരും, അതിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കും. ഇങ്ങനെ പറഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നമുക്കും ഈശോയാവുന്ന റോൾ മോഡല്. അപ്പം ഈ ഭൂമിയില് നമ്മളെ പോലെ ജീവിച്ച അൽഫോൻസാമയെ പോലെ വിശുദ്ധരായിട്ട് സ്വർഗത്തിൽ പോകാം. റെഡിയാണോ കുഞ്ഞുമക്കളെ?